ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേനൽക്കാലത്തിന് പറ്റിയ ഒരു റെസിപ്പിയാണ്, ഒരു ഫ്രൂട്ട് പഞ്ച്. അപ്പോൾ ഇത് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഒരു തുള്ളി പോലും ബാക്കി വയ്ക്കാതെ കുടിക്കും. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ അങ്ങനെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫ്രൂട്ട് പഞ്ച് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൂട്ട് പഞ്ചാണ്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പൈനാപ്പിളും പോമിഗ്രാനൈറ്റൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനൊരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് നല്ലപോലെ അടിച്ചെടുക്കാം. ഇനി നമുക്കിതിനെ നല്ലപോലെ അരിച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന പൈനാപ്പിളും ഈ മാതളങ്ങയും കൂടെ ഇതിനെയും ജ്യൂസാക്കി എടുക്കാം. ഇതിനെയും നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. അരിക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അരിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഗ്രീൻ ആപ്പിളും ഈ പഴവും ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. ഇനി നമുക്കിതിൽ നമ്മൾ റെഡിയാക്കിയ പൈനാപ്പിളിൻ്റെ ജ്യൂസും പോമിഗ്രാനൈറ്റിൻ്റെ ജ്യൂസും ഒഴിച്ചു കൊടുക്കാം. ഈ ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കാം, മാതളങ്ങയുടെ ജ്യൂസ്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് പഞ്ച് റെഡിയായി. ഇനി ഇതിൽ നമുക്ക് ഐസ് ക്യൂബ്സൊക്കെ ചേർത്ത് കൊടുക്കാം. കൂടുതൽ നല്ല ഒരു എക്സ്ട്രാ ഫ്ലേവറിന് നമുക്ക് ഐസ്ക്രീം വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാൻ ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ചേർക്കാം. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ മധുരം മതി എന്നുള്ളവർക്ക് അത് മതിയാകും. അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ബ്ലെൻഡായി കിട്ടും. ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ മധുരം മതിയെങ്കിൽ അത് തന്നെ മതിയാകും. ഇനി നമുക്ക് ഈ ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുക്കണം. ഐസ്ക്രീം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ. അപ്പോൾ നമുക്ക് ഈ ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പകുതി മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഇനി ബാക്കി കൂടെ ഐസ്ക്രീം ചേർത്ത് അഴിച്ചെടുക്കും. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ചിൽഡ്രൻ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.